ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ ദശകം 20 ഋഷഭ യോഗീശ്വര ചരിതം. വരികൾ സഹിതം പാരായണം തുടരുന്നു. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നിദ്രരാജാത് ഉദിതോ ഹി നാഭിഃ ത്വാം ദൃശവാനിഷ്ടദം ഇഷ്ഠേ മധ്യേ തവൈവ തുഷ്ടൈകൃതയജ്ഞകർമ്മ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നിദ്രരാജാത് ഉദിതോ ഹി നാഭിഃ ത്വാം ദൃശവാൻ ഇഷ്ടദം ഇഷ്ഠേ മധ്യേ തവൈവ തുഷ്ടൈകൃതയജ്ഞകർമ്മ. പ്രിയവ്രതൻ്റെ പ്രിയസന്താനമായ അഗ്നീദ്ര രാജാവിൻ്റെ പുത്രൻ നാഭി അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി യാഗം ചെയ്യുന്നതിനിടയ്ക്ക് അഭീഷ്ടപ്രദനായ അങ്ങയെ ദർശിച്ചു. ശ്ലോകം 2. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞാ സ്വതുല്യം സുതം അർത്ഥ്യമാനഃ സ്വയം ജനിക്ഷേഹം ഇതി ബ്രുവാണഃ തിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞാ സ്വതുല്യം സുതം അർത്ഥ്യമാനഃ സ്വയം ജനിക്ഷേ അഹം ഇതി ബ്രുവാണഃ തിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. വിശ്വമൂർത്തിയായ ഭഗവാനെ, അങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഋഷിമാർ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങയെപ്പോലെ ഒരു പുത്രനെ രാജാനാഭിക്ക് പ്രദാനം ചെയ്യണമേ. അവരുടെ പ്രാർത്ഥന മാനിച്ച് അങ്ങ് മഹർഷിമാരോട് ഞാൻ തന്നെ പുത്രനായി അവതരിച്ചു കൊള്ളാം എന്നരുളി ചെയ്ത് അഗ്നിയിൽ മറഞ്ഞു. ശ്ലോകം 3. നാഭിപ്രിയായാമദമേരുദേവ്യാം ത്വം അംശദോ ഭൂഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദഃ. നാഭിപ്രിയായാമദമേരുദേവ്യാം ത്വം അംശദോ ഭൂഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദഃ. അനന്തരം നാഭിരാജാവിൻ്റെ പ്രിയപത്നിയായ മേരുദേവിയിൽ അങ്ങ് സ്വന്തം അംശമായി അലൗകികങ്ങളും അസാധാരണങ്ങളുമായ അനവധി ഗുണങ്ങളാലും പ്രഭാവത്താലും ജനങ്ങളെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവതരിച്ചു. അങ്ങയെ ഋഷഭൻ എന്ന നാമധേയത്തിൽ വിഖ്യാതനായി. ഋഷഭൻ ഭഗവാന്റെ അംശാവതാരമാണ്. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ ദശകം 20 ഋഷഭ യോഗീശ്വര ചരിതം. ശ്ലോകം 4, 5, 6 തുടരും നാളെ. ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.